ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളിന്നിവിടെ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചു സ്റ്റൗവിൽ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ കുറച്ച്, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ. അത് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒരു 2 സ്പൂൺ ഇടാം. കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടട്ടെ. പിന്നെ നമ്മളിവിടെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കുടംപുളി, ഇത്രയുമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഈ കുടംപുളി ഇട്ടാണ് നമ്മൾ മീൻ കഴുകേണ്ടത്. മീൻ കഴുകുമ്പോൾ എപ്പോഴും ഉപ്പും കുടംപുളിയും കൂടെ ഇട്ട് വേണം ഉരച്ച് തേച്ച് കഴുകിയെടുക്കാൻ. അല്ലെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ഉണ്ടാകും അതിന്. അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് ആ പുളി പെട്ടെന്ന് എടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത്, കടുക് പൊട്ടിക്കഴിഞ്ഞു, ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിനൊക്കെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1-1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി, അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ ഉള്ള മുളക് പൊടി 3. എൻ്റെ സ്പൂൺ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3-4 സ്പൂണ് ഞാൻ ഇടുന്നത്. മുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. കരിയരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇറച്ചിക്കൊക്കെ നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ ചേർക്കുന്നത് പോലെ അത്രയും മൂക്കേണ്ട ആവശ്യം വരുന്നില്ല. മീൻ കറിക്ക് അത്രയും അങ്ങ് കറക്കാനൊന്നും പാടില്ല. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഏകദേശം ഇതായി. ഇനി നമ്മളത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മുളക് പൊടിയിൽ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിനകത്ത് ബബിൾ വരും. ഈ അരപ്പ് ഒന്ന് മൂക്കുന്നതായിട്ടും വേകുന്നതായിട്ടും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് ഇങ്ങനെ കിടന്ന് ബബിൾസൊക്കെ ഒന്ന് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പുളി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഫുൾ ഫ്ലെയിമാണ്, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ബബിൾസ് വരും. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇത് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാ അരപ്പ് നമ്മൾ അമ്മിക്കല്ലിലൊക്കെ വെച്ച് അരച്ചതുപോലെയുള്ള ഒരു ഫ്ലേവർ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ നമ്മൾ ഇളക്കി കരിയാതെ ഇങ്ങനെ ഇളക്കി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെയൊന്നും ആവണം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന്, മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച്, അതായത് അരകല്ലിൽ വെച്ച് ആ അരപ്പ് അരച്ചതുപോലെ ഒരു കൊഴുപ്പ് നമ്മുടെ കറിക്ക് കിട്ടുന്നതാണ്. അതാണ് അതിൻ്റെ ടിപ്പ്. അതായത് പൊടി അങ്ങോട്ട് ഇട്ടിട്ട് ഉടനെ വെള്ളം ഒഴിച്ചാൽ ആ പൊടി അങ്ങനെ തന്നെ ആ കറിയിൽ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. കൊഴുപ്പ് കിട്ടത്തില്ല കറിക്ക്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. മീൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് അങ്ങിടുന്നു. പിന്നെ നമ്മളിടുന്നത് ഉലുവാപ്പൊടി. ഉലുവ വറുത്തിട്ടാലും കുഴപ്പമില്ല. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ടേ ഇടാവൂ എന്നൊന്നുമില്ല. ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനങ്ങ് പറക്കിയിടാവുന്നതാണ്. മീൻ നമ്മൾ കഴുകി
പുളിയൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. ഇങ്ങനെ ഓരോരോ കഷ്ണങ്ങൾ പറക്കി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളതിന് മുകളിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല ഫുൾ ഫ്ലെയിം വെച്ച് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇച്ചിരി കുറച്ച് കൊടുക്കാം. അതുവരെ നമ്മൾ ഇനി മീൻ കറി വയ്ക്കുമ്പോൾ ഏത് മീനിനും ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം കായം, ചെറുത് മതി, ഒരു കുഞ്ഞ് പീസ് കായം കൂടെ ഇട്ട് കൊടുത്താൽ ആ കറിയുടെ ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ലാസ്റ്റിൽ ഇത്തിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രം തൂക്കി കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.